എൻഫോഴ്സ്മെന്റ് അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. അധിക്ഷേപിക്കാനും ദുർബലമാക്കാനുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇഡി തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്ന് കെജ്രിവാൾ വാദിച്ചു. കെജ്രിവാളിനെതിരെ നിരവധി തവണ ഇഡി സമൻസ് അയച്ചതിനെയും മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വിഷ്ണു തലവൂർ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. എൻഫോഴ്സ്മെന്റ് അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇന്ന് വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദം തന്നെയാണ് ദില്ലി ഹൈക്കോടതിയിൽ അരങ്ങേറിയത്. ഉച്ചയ്ക്ക് 12:00 കൂടി തുടങ്ങിയ ഒരു വാദം കേൾക്കൽ അവസാനിച്ചത് വൈകിട്ട് 4:00 കൂടി മാത്രമാണ്. ഇന്നെന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരമൊരു അറസ്റ്റ് നടത്തിയത് തന്നെ അപമാനിക്കാനും അതോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നടക്കം മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു അറസ്റ്റ് നടത്തിയത് എന്നതാണ് ഇന്ന് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യാതൊരുവിധ തെളിവും എൻഫോഴ്സ്മെൻറ്റിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ഹാജരായത്. എൻഫോഴ്സ്മെൻറ്റ് ചൂണ്ടിക്കാട്ടിയത് ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൈവശമുണ്ട്. നിലവിൽ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അറസ്റ്റുകൾ നടത്തുന്നത്. റിമാൻഡ് റിപ്പോർട്ട് പോലും തയ്യാറാക്കുന്നത് ഭാവിയിൽ കുറ്റക്കാരനെന്ന് തെളിയും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ നിരവധി എവിഡൻസുകൾ, അതായത് ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ട്. അതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിരവധി മൊബൈൽ ഫോണുകൾ ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും വിശദമായിട്ടുള്ള വാദം കേൾക്കലിന് ശേഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി അത് ഉത്തരവിടുന്നതിന് വേണ്ടി ദില്ലി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. നാളെ ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയും നാളെ ദില്ലി ഹൈക്കോടതി പരിഗണിക്കും.